IBPS ക്ലറിക്കൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്നത് ഹെഡിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ ആണ്. കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്ലാർക്സ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഫോർ വേക്കൻസീസ് ഓഫ് 2025-26 2025-26 സാമ്പത്തിക വർഷമുണ്ടാകുന്ന വേക്കൻസികളിലേക്ക് ക്ലറിക്കൽ വേക്കൻസികളുള്ള നിയമനത്തിന് വേണ്ടിയിട്ട് IBPS നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകാം. The online examination, preliminary and main, for the upcoming common recruitment process CRP Clerk 14 for recruitment and selection of personnel for clerical cadre posts in the participating banks will be conducted by the Institute of Banking Personnel Selection, അതായത് IBPS, as per tentative schedule provided below. ഇനി നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും ഒരു ജോലി നേടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി ജയിക്കാൻ കാത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റ്സ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻക്ലൂഡിംഗ് എഡിറ്റ് മോഡിഫിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ബൈ ദ കാൻഡിഡേറ്റ്സ്. നമ്മൾ ഇതിന് അപേക്ഷിക്കുക, അതിന് എഡിറ്റ് ചെയ്യുക, എന്തെങ്കിലും മാറ്റം വരുത്തണം, എല്ലാം വരുത്താൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ 21 തീയതി വരെയുള്ള സമയമാണ്. അത് മറന്നു പോകാതിരിക്കുക. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണത്. ഇത് ജൂലൈ 1 മുതൽ തുടങ്ങി 21 തീയതി വരെ ഇതിന് അവസരമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 21 തീയതി ആവാൻ കാത്തു നിൽക്കരുത്. പിന്നെ പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് ഇൻറ്റിമേഷൻ ചാർജസ്, അപ്ലിക്കേഷൻ ഫീ ഒക്കെ അടയ്ക്കാനും ഇതേ തീയതികളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷനെ വളരെ സീരിയസ് ആയി എടുക്കുന്ന ഏതെങ്കിലും നല്ല ഒരു വിന്നിംഗ് സ്ട്രാറ്റജി ഗൈഡൻസ് സ്വീകരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രാധാന്യമുള്ളൊരു ഡേറ്റ് അല്ല അത്. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് 2, 3, 4 ദിവസം നൽകുന്ന ഒരു ട്രെയിനിങ് കൊണ്ട് ഒരാൾക്ക് പരീക്ഷ വിജയിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കോൾ ലെറ്റേഴ്സ് ഓഗസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. പിന്നെ അതിൻ്റെ റിസൾട്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ വരും. എല്ലാം പെട്ടെന്നാണ്, ഒരുപാട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓഗസ്റ്റിൽ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ നടക്കും, സെപ്റ്റംബറിൽ അതിൻ്റെ റിസൾട്ട് വരും. പിന്നെ മെയിൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് മെയിൻ എക്സാമിനേഷൻ ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റർ മെയിൻ എക്സാമിനേഷൻ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് ഓൺലൈൻ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒക്ടോബറിൽ മെയിൻ പരീക്ഷ നടക്കും. ഏപ്രിൽ 2025 റിസൾട്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. IBPSൻ്റെ ആ സ്ട്രീമിലുള്ള സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സമയബന്ധിതമായി എല്ലാം തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ജൂലൈയിൽ അപേക്ഷ, ജൂലൈ 21 തീയതി വരെയുള്ള അപേക്ഷ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ ആകുമ്പോഴത്തേക്ക് പരീക്ഷ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ആകുമ്പോഴേക്ക് റിസൾട്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പരീക്ഷകൾക്ക്, അതായത് പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് പുറമെ സാധാരണഗതിയിൽ റീജിയണൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി കൂടി മാത്രമാണ് ക്ലറിക്കൽ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത്. ഇൻ്റർവ്യൂ ആവശ്യമില്ല. അപ്പോൾ എല്ലാ IBPSൻ്റെ PO ആയാലും എല്ലാ സെലക്ഷൻ്റെയും റിസൾട്ട് അടുത്ത ഏപ്രിൽ മാസം, സാധാരണഗതിയിൽ അടുത്ത വർഷത്തെ ഏപ്രിൽ മാസം 1 തീയതി തന്നെ വരുന്നു എന്നുള്ളത് IBPSനെ വളരെയധികം ജനപ്രീതിയുള്ള ഒരു സെലക്ഷൻ ഓർഗനൈസേഷനാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് പോകാം. എല്ലാം നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എല്ലാവരും നിർബന്ധമായി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം വേണം അപ്ലോഡ് ചെയ്യുക, അപ്ലിക്കേഷൻ കൊടുക്കുക എല്ലാം ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൽ പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ബാധിക്കുന്നത് തീർച്ചയായിട്ടും വായിക്കുക. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് 11 ബാങ്കുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേക്കൻസിയുടെ ലിസ്റ്റ് പിന്നീട് കൊടുത്തിട്ടുണ്ട്. വേക്കൻസി ടെൻഡേറ്റീവ് ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത്, അതിൽ നോട്ട് റിപ്പോർട്ടഡ് NR എന്ന് പറയുന്ന വേക്കൻസീസും ഉണ്ടാകും. വേക്കൻസി ഇല്ലാത്ത, 0 വേക്കൻസി ഉള്ളതുമായിട്ടുള്ള ബാങ്കുകൾ നമുക്ക് കാണാം. ഓരോ സംസ്ഥാനത്തിലും എടുത്ത് നോക്കിയാൽ അതിൽ NR എന്ന് പറഞ്ഞാൽ നോട്ട് റിപ്പോർട്ടഡ് ആണെന്നും അവിടെ വേക്കൻസീസ് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെടാമെന്നുള്ളത് മറന്നു പോകരുത്. 0 ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണത്തിൽ പിന്നെ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയത്ത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ സമയത്ത് ഏതെങ്കിലും ബാങ്കിൽ, ഏതെങ്കിലും ഒരു റീജിയനിൽ നോട്ട് റിപ്പോർട്ടഡ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഭാവിയിൽ അവിടെ പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇത് നമുക്ക് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്,
എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് അപേക്ഷിക്കുന്നതിനെ പറ്റി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നോക്കും. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2025 ഇതിൽ എക്സാമിനേഷൻ ഉള്ളത് ഓൺലൈൻ പ്രിലിമിനറി ആൻഡ് ഓൺലൈൻ മെയിൻ എക്സാമിനേഷനാണ്. അതിൽ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സാകുന്ന ആൾക്കാർക്ക് മാത്രമേ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റൂ. ഏതൊരു പ്രിലിംസ് മെയിൻസ് പരീക്ഷയുടെയും ഒരു തത്വം അതാണ്. അപ്പോൾ പ്രിലിംസ് പരീക്ഷയുണ്ട്, അത് ക്ലിയർ ചെയ്താൽ മെയിൻ പരീക്ഷയിലേക്ക് പോകാം. ഈ പ്രിലിംസ് പരീക്ഷയുടെയും മെയിൻ പരീക്ഷയുടെയും സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് പോകാം. അതിനിടയിൽ ഒറ്റ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പ്രിലിമിനറി എക്സാമിനേഷനിൽ പാസ്സാകുന്ന ആൾക്കാരെ അതിൽ ഒരു പ്രത്യേക നമ്പർ ഓഫ് ആൾക്കാർ ക്വാളിഫയിങ് മാർക്കൊക്കെ IBPS തീരുമാനിക്കും. അത് കിട്ടുന്ന ആൾക്കാരെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ മാത്രമാണ് മെയിൻ പരീക്ഷയ്ക്ക് ക്ഷണിക്കുന്നത്. അവർ മെയിൻ പരീക്ഷ എഴുതുന്നു. പിന്നെ എത്ര വേക്കൻസി ഫില്ല് ചെയ്യാനുണ്ടോ ഈ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ അതിനനുസരിച്ച്, അതുപോലെ തന്നെ ബാങ്കിന് ഇനി വരാൻ പോകുന്ന നീഡ്സ് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനനുസരിച്ച് ആണ് ഇതിൽ മൊത്തത്തിൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ റീജിയണൽ വൈസ് ആയിട്ട് കാറ്റഗറി വൈസ് വേക്കൻസീസ് ഓരോ ബാങ്കിൻ്റേതും അനക്സർ 1 കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ നമ്മുടെ ഏത് ബാങ്കിന് ഏത് സംസ്ഥാനത്തിലാണ് കൂടുതൽ വേക്കൻസി ഉള്ളതെന്ന് പറയാം. സാധാരണ ക്ലറിക്കൽ പരീക്ഷയിൽ സ്വന്തം ഹോം സ്റ്റേറ്റിൽ തന്നെ അപേക്ഷിക്കാൻ എല്ലാവരും മെനക്കെടാറില്ല. കേരളത്തിൽ 106 വേക്കൻസികളാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കൂടുതൽ വേക്കൻസികളുണ്ടാവും. പക്ഷേ അതിൽ അപേക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പുവരുത്തണം, അത്തരം സ്റ്റേറ്റുകളിൽ അപേക്ഷിച്ചാൽ അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. പരീക്ഷ ക്ലിയർ ചെയ്തതിന് ശേഷം അത് മതിയെന്ന് കരുതാതിരിക്കുന്നതാണ് വിജയം ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല. പിന്നെ നമുക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് 11 ബാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത് IBPSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്ക് ക്ലറിക്കലായാലും PO ആയാലും അത് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് എലിജിബിലിറ്റിയിലേക്ക് ഒന്ന് പോകാം. എന്തൊക്കെയാണ് യോഗ്യതകൾ എന്നുള്ളത് ഒന്ന് പോകാം. യോഗ്യതകൾ പറയുന്നത് സാധാരണ എല്ലാ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലും കാണുന്ന ചിലത് ഇതിലും കാണാം. സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതുപോലെ സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ എന്ന് പറഞ്ഞ് സാധാരണ വരുന്നത്. നമ്മൾ അതിനേക്കാളും പ്രധാനപ്പെട്ട നമ്മളെന്തായാലും അത് നമ്മൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് നമ്മളെ വല്ലാതെ ബാധിക്കാത്തതുകൊണ്ട് നമ്മൾ പ്രധാനമായും ഏജിനെ പറ്റിയും മറ്റുമുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഏജ് മിനിമം 20 years, മാക്സിമം 28 years. എപ്പോഴും ഓർക്കുക, മിനിമം 20 years, മാക്സിമം 28 years ആണ്. അത് ഡേറ്റ് പറയുന്നുണ്ട്. 2/7/1996 മുമ്പ് ജനിച്ചിരുന്നാവരുത്. അതുപോലെ തന്നെ 1/7/2004 ശേഷം ആവരുത്. ഈ 2 ഡേറ്റുകളും ഇൻക്ലൂഡിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏജ് ലിമിറ്റിൽ സാധാരണ IBPSൽ നമ്മൾ നേരത്തെ കണ്ട IBPS RRB നോട്ടിഫിക്കേഷനിലോ കണ്ടതുപോലെ തന്നെയുള്ള റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബിന് 5, അതർ ബാക്ക്വേർഡ് ക്ലാസ് 3, പിന്നെ ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് 10, എക്സ് സർവീസ് മെൻ തുടങ്ങിയ ആൾക്കാർക്കുള്ള മറ്റ് റിലാക്സേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ അവർക്ക് എത്രമാത്രം റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണോ എന്ന് അവിടെ തീരുമാനിക്കാം. പിന്നെ ഏത് തരത്തിലുള്ള റിലാക്സേഷൻ ക്ലെയിം ചെയ്താലും അതിനെ അർഹമാക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്തായാലും കരുതി വെച്ചിരിക്കണം എന്നുള്ളത് മറന്നു പോകരുത്. IBPSന് അത് വെരിഫിക്കേഷൻ സമയത്ത് കൊടുക്കേണ്ടി വരും. ആ കാര്യത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അവസരം നമുക്ക് മിസ്സാവും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ് ബിലോങ് ടു OBC കാറ്റഗറി, സാധാരണ മിസ്റ്റേക്ക് വരുന്നൊരു കാറ്റഗറി ആയതുകൊണ്ട് പറയുന്നതാണ്. OBC കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഷുഡ് സ്പെസിഫിക്കലി കണ്ടെയ്ൻ എ ക്ലോസ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ക്രീമി ലെയർ സെക്ഷൻ excluded from benefits of reservation for other backup classes in civil posts and services under Government of India എന്ന ക്ലോസ്. അതായത് ഈ കാൻഡിഡേറ്റ് ക്രീമി ലെയർ പെടുന്നതല്ല. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ സാധാരണ പറയുന്ന സർട്ടിഫിക്കറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലാക്സേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള റിസർവേഷനോ ഒക്കെ ഉള്ള കാറ്റഗറി ആണെങ്കിൽ അതാത് രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് എന്നും അത് IBPSൻ്റെ വെരിഫിക്കേഷൻ സമയത്തിൽ എത്തിക്കുന്നുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ പലതരത്തിലുള്ള നമ്മളുടെ എന്തൊക്കെയാണ് വൈകല്യങ്ങൾ, എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയുള്ള പല പ്രൊവിഷൻസ് ഉണ്ട്. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിക്കുക. നിങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ മാത്രം ആ മേഖലയിൽ ഒരു ഗവേഷണം നടത്തുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്ന് പെട്ടെന്ന് പോകാം.
എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, IBPS മുഖേന നിങ്ങൾക്ക് ഒരു ബാങ്കിൽ, ഇപ്പോൾ ഏതൊരു ബാങ്കിലും ഒരു ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസറായിട്ടോ PO ആയിട്ടോ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിഗ്രി, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെൻറ്. നമുക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു സാധാരണ പ്രചാരമാണ്, ഇനി അങ്ങോട്ട് ബാങ്ക് പരീക്ഷയ്ക്ക് ചില ക്വാളിഫിക്കേഷനുള്ളവർക്ക് പറ്റൂ, ചില ഡിഗ്രി വേണമെന്നൊക്കെ റൂമേഴ്സ് പലരും അടിച്ച് പറയാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. നോക്കൂ, ഇപ്പോഴും IBPS നോട്ടിഫിക്കേഷൻ പറയുന്നത് എനി ഡിസിപ്ലിൻ, ഏത് വിഷയത്തിലുള്ളതായാലും ഡിഗ്രി ഉണ്ടായിരിക്കണമെന്നേ പറയുന്നുള്ളൂ. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് വാലിഡ് മാർക്ക് ഷീറ്റ് ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് that she is a graduate on the day he or she registers. അതായത് നമ്മൾ ഇതിന് രജിസ്റ്റർ ചെയ്യുന്ന ദിവസം ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു അഡീഷണലായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ ലിറ്ററസിയാണ്. നമ്മൾ ഈ ജോലി ചെയ്യാൻ ആവശ്യമുള്ളത് കൊണ്ടാവണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് മാൻഡേറ്ററി. Candidate should have certificate or diploma degree in computer operations language, should have studied computer or technology as one of the subjects in high school, college, institute എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ പഠിച്ചിട്ടുള്ള മിക്കവാറും എല്ലാവർക്കും ഈ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടാവും എന്നുള്ളത് സിലബസിലൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. എന്നാലും ഡിഗ്രി ഉണ്ട്. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ 21/7/2024 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷനാണ്. അന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. പിന്നെ ഇത് ബോക്സ് കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലറിക്കൽ വേക്കൻസിയിൽ പ്രൊഫഷൻസി ഇൻ ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. കാൻഡിഡേറ്റ് ഷുഡ് നോ ഹൗ ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് the official language of the state or union territory for which the candidate wishes to apply. ഇതാണ് ഞാൻ പറഞ്ഞത്. വേക്കൻസി കൂടുതലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലോ റീജിയനിലോ അപേക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, പക്ഷേ ഇത് ഉറപ്പുവരുത്തണം. ഈ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ എല്ലാവരും ചെലുത്തണം. നേരത്തെ പറഞ്ഞ പോയിൻ്റ് ആ ഡേറ്റിന് മുമ്പായി, ആ ഡേറ്റ് നമ്മൾ പറഞ്ഞ 21/7/2024 മുമ്പ് തന്നെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ നോട്ടിഫിക്കേഷൻ ഒന്നും വായിക്കാതെ നമ്മൾ അപേക്ഷിക്കരുത്. പിന്നെ പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. CGPA ഒക്കെ ഉള്ള ആൾക്കാർ ആ കാര്യം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇവിടെ ഇപ്പം ഈ അടുത്ത കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു മേഖലയാണ്, നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു ക്രെഡിറ്റ് ഹിസ്റ്ററി. അതായത് നമ്മൾ ഇത് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാങ്കുകളിലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളൊക്കെ വളരെയധികം കർശനമായ രീതിയിൽ നോക്കുന്നുണ്ട്. നേരത്തെ SBI ചെയ്തിരുന്നു, IBPSലും ഇതുണ്ട്. കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഷാൽ എൻഷുവർ ദാറ്റ് ദേ മെയിൻറ്റെയിൻ എ ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി. ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കടം വാങ്ങാത്ത ഒരാളായിരിക്കണം എന്നല്ല പറയുന്നത്. ക്രെഡിറ്റിൻ്റെ ഹിസ്റ്ററി ഹെൽത്തി ആയിരിക്കണം. അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഓഫ് ദ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്, ബാങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ലതായിരിക്കണം. മിനിമം ക്രെഡിറ്റ് സ്കോർ വിൽ ബി ആസ് പെർ ദ പോളിസി ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്. അപ്പോൾ ഏതാണ് സിബിൽ സ്കോർ എത്ര ഉള്ളവരെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഓരോ ബാങ്ക് തീരുമാനിക്കുന്നു പറയുന്നുണ്ട്. ദോസ് കാൻഡിഡേറ്റ്സ് ഹു സിബിൽ സ്റ്റാറ്റസ് ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. ഒരാൾ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സിബിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഈ ജോയിനിങ് ഹാവ് ടു ഈതർ ഗെറ്റ് ദ സിബിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ്. ഒന്നുകിൽ സിബിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓർ പ്രൊഡ്യൂസ് ദ NOC ഫ്രം ദ ലെൻഡർ ടു ദ എഫക്ട് ദാറ്റ് ദർ ഈസ് നോ ഔട്ട്സ്റ്റാൻഡിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ അക്കൗണ്ട്സ് അഡ്വേഴ്സ്ലി റിഫ്ലക്റ്റഡ് ഇൻ ദ സിബിൽ. ഏതെങ്കിലും കാരണത്താൽ സിബിൽ സ്കോറിൽ മോശമായി കാണിക്കപ്പെടുന്ന എന്തെങ്കിലും രീതിയിലുള്ള കടബാധ്യതയുണ്ടെങ്കിൽ ഒന്നുകിൽ സിബിൽ സ്കോർ അപ്ഡേറ്റഡ് ആയിട്ട് അത് ഇല്ലാതാക്കി കാണിക്കണം. ഇനി അതല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നോ ഏത് സ്ഥാപനത്തിൽ നിന്നാണോ സിബിൽ സ്കോറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലോൺ എടുത്തിട്ടുള്ളത് അവിടുന്ന് ഞങ്ങൾക്ക് ഒരു NOC വാങ്ങിക്കൊണ്ടുവരണം. ഇത് പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും ഇല്ല എന്നുള്ളത്. ഇതാണ് സിബിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതി. അത് ഫെയിലിംഗ് വിച്ച് ദ ലെറ്റർ ഓഫ് ഓഫർ മേ ബി വിഡ്രോൺ ഓർ ക്യാൻസൽഡ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് രീതിയിലുള്ള സാമ്പത്തികമായ അച്ചടക്കം പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാവൂ എന്നുള്ളൊരു സൂചന ഇതിന് നൽകുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ തീരുമാനം അതാത് ബാങ്കിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് IBPS അവിടെ വിഡ്രോ ചെയ്യുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബാങ്കുകാർ ആവശ്യപ്പെട്ടതായിരിക്കും. ക്രെഡിറ്റ് ഹിസ്റ്ററി വളരെ മോശമായിട്ടുള്ള, ക്രെഡിറ്റ് വർത്തിനെസ് ഇല്ലാത്ത ആൾക്കാരെ ബാങ്കിൽ നിയമിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കാരണം. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക്
ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു പ്രൊവൈഡ് സിബിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സിബിൽ സ്കോർ ഒന്നും ആവശ്യം വരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതാക്കുന്നതിൽ ഓൾറെഡി ക്രെഡിറ്റ് ഉള്ള ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാതിരിക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മളുടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ബന്ധപ്പെട്ട് സാധാരണ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇത് വളരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്ലിക്കേഷൻ ഫീ അല്ലെങ്കിൽ ഇൻറ്റിമേഷൻ ഫീ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം നേരത്തെ പറഞ്ഞതാണെങ്കിൽ ആവർത്തിക്കുന്നുണ്ട്. 1/7/2024 21/7/2024 ഇടയിൽ പേ ചെയ്യാം. ആ 2 ഡേറ്റ് ഉൾപ്പെടെ. SC ST പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇക്കണോമിക്കലി വീക്കറായിട്ടുള്ള സെഷൻസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള റിസർവേഷനും മറ്റ് ആനുകൂല്യമുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 175, അല്ലാത്ത ജനറൽ കാൻഡിഡേറ്റ്സിനെല്ലാവർക്കും 850 രൂപ എന്നുള്ളതാണ് പറയുന്നത്. GST ഉൾപ്പെടെയാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ബാങ്ക് ട്രാൻസാക്ഷൻ ചാർജസ് ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് അപ്ലിക്കേഷൻ ഫീസ് ഇൻഡിപെൻഡൻറ്റ് വിൽ ഹാവ് ടു ബി ബോൺ ബൈ ദ കാൻഡിഡേറ്റ്. അതായത് നിങ്ങളിത് ട്രാൻസ്ഫർ ചെയ്യുമ്പം വരുന്ന തുക 850 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ 10 രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് പോകരുത്. ഇവർക്ക് IBPSന് ഫീസായിട്ട് 850 തന്നെ കിട്ടിയിരിക്കണം. ട്രാൻസാക്ഷൻ ചാർജൊക്കെ നിങ്ങൾ വഹിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പെട്ടെന്ന് എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. 2 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് പ്രിലിംസ്, മെയിൻസ്. പ്രിലിംസിൻ്റെ ഇത് മിക്കവാറും ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ നേരത്തെ കണ്ടിട്ടുള്ള ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഇതെല്ലാം ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. പ്രിലിംസിൽ PO ആയാലും ക്ലർക്ക് ആയാലും ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചറിൽ ഈ ഒരു സംഗതിയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ അബിലിറ്റി, റീസണിങ് അബിലിറ്റി എന്നീ 3 സെക്ഷൻസാണ്. അതിൽ ഇംഗ്ലീഷിൽ 30 ചോദ്യങ്ങൾ 30 മാർക്ക്, ന്യൂമറിക്കൽ അബിലിറ്റി അല്ലെ കണക്കിൽ 35-ന് 35 ചോദ്യങ്ങളും 35 മാർക്കും, റീസണിങ് അബിലിറ്റിയിലും 35 ചോദ്യങ്ങളും 35 മാർക്ക്, ആകെ 100 ചോദ്യങ്ങൾ 100 മാർക്ക്. ഇതാണ്. അതുപോലെ സമയമുണ്ട്. 20 മിനിറ്റ് വീതം ഓരോ സെക്ഷൻ, 3 സെക്ഷൻ 20 മിനിറ്റ് വീതം, അപ്പോൾ ആകെ 60 മിനിറ്റ്. ശ്രദ്ധിക്കേണ്ടത് 35 കണക്ക് ചോദ്യം ചെയ്യാനും 35 റീസണിങ് ചോദ്യം ചെയ്യാനും 30 ഇംഗ്ലീഷ് ചോദ്യം ചെയ്യാനും കിട്ടുന്ന സമയം 20 മിനിറ്റ് വീതമാണ്. അപ്പോൾ ഒന്നിൻ്റെ സമയം എടുത്ത് മറ്റിടത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആരാണോ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്ന ആൾക്കാർ ഈ 3 ടെസ്റ്റും കാൻഡിഡേറ്റ്സ് ഹാവ് ടു ക്വാളിഫൈ ഈച്ച് ഓഫ് ദ 3 ടെസ്റ്റ് ബൈ സെക്യൂറിങ് കട്ട് ഓഫ് മാർക്സ്. അപ്പോൾ ഓരോന്നിനും കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും, അത് കിട്ടണം. പിന്നെ ടോട്ടലായിട്ടുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാകും. അതും നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻ എക്സാമിനേഷൻ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് സാധാരണ രീതിയിലെ PO മെയിൻസുമായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കുക. ജനറൽ അവയർനെസ്സും ഫിനാൻഷ്യൽ അവയർനെസ്സും ഉള്ളതിൽ 50 ചോദ്യങ്ങൾ 50 മാർക്ക് 35 മിനിറ്റ്. അതായത് നമ്മൾ പത്രം വായിക്കുക, നോട്ട് ചെയ്യുക, പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 50 ചോദ്യം 50 മാർക്കുണ്ട്. ഇംഗ്ലീഷിന് 40 ചോദ്യം 40 മാർക്ക്. ഇനി റീസണിങ് അബിലിറ്റിയും കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡും കൂടി 2ഉം കൂടി 50 ചോദ്യത്തിന് ഇവിടെ 60 മാർക്കുണ്ട്. ശ്രദ്ധിക്കണം, 50 ചോദ്യത്തിന് 60 മാർക്ക്. ആദ്യത്തെ 2 സെക്ഷൻ, അതായത് ജനറൽ അവെയർനെസ്സിനും ഇംഗ്ലീഷിനും നമുക്ക് സമയം കിട്ടുന്നത് 35 മിനിറ്റ് വീതമാണ്. എന്നാൽ റീസണിങ് അബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് 50 ചോദ്യങ്ങൾക്ക് 60 മാർക്കുണ്ട്, 45 മിനിറ്റാണ്. ഇനി കണക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നേരത്തെ പ്രിലിംസിന് ന്യൂമറിക്കൽ അബിലിറ്റി ആയിരുന്നു, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് മാറുന്നു. 50 ചോദ്യങ്ങൾ 50 മാർക്ക്, അതിന് 45 മിനിറ്റ്. അപ്പോൾ ആകെ 190 ചോദ്യങ്ങൾ 200 മാർക്ക് 160 മിനിറ്റ്. 160 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 40 മിനിറ്റ്സ്. ഇതാണ് സമയം കിട്ടുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിലിംസ് പാസ്സായവർക്കുള്ളതാണ് മെയിൻസിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. പ്രിലിംസിൽ ഇല്ലാത്ത ഭാഗങ്ങളിൽ ഇത് വരുന്നു. ജനറൽ ഫിനാൻഷ്യൽ അവെയർനെസ് ഇതിൽ പുതുതായിട്ട് വരുന്നതാണ്. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങണം, സമയം ഒരുപാട് കിട്ടില്ല. അതുപോലെ ഇവിടെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതൊരു ഡിസൈസീവ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം ജനറൽ ഫിനാൻഷ്യൽ അവെയർനെസ്സിന് കൊടുക്കുക, അതുപോലെ ബാക്കിയുള്ള സെക്ഷൻസിന് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ്റെ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നല്ല ഒരു മേധാവിത്വം ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. വ്യക്തമായ ട്രെയിനിങ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ഡയറക്ഷനിൽ വിന്നിംഗ് സ്ട്രാറ്റജി ബാച്ചസിൽ ഇപ്പം ജൂലൈ ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം കൂടി ഇതാണ്: പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്.
രണ്ട് പരീക്ഷയ്ക്ക് ഓൺലൈൻ പരീക്ഷയായിട്ടുള്ള ഈ പ്രിലിംസും മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അതായത് തെറ്റായ ഓരോ ചോദ്യത്തിനും 1/4 ഓഫ് ദ മാർക്ക് നഷ്ടപ്പെടും. 0.25 ഒരു മാർക്കുള്ള ഒരു പരീക്ഷയിലാണെങ്കിൽ അതിൻ്റെ 0.25 1/4 നമുക്ക് 0.25 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ 1/4 നെഗറ്റീവ് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ കട്ട് ഓഫ് സ്കോർ സാധാരണഗതിയിൽ പറയുന്ന പ്രിലിംസിലുള്ളതിലും പറയുന്നു, ഈച്ച് കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ മിനിമം സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്ഷൻസിൽ ഓരോന്നിലും മിനിമം വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമം ടോട്ടൽ സ്കോറും വേണം. അപ്പോൾ ഒരു ടോട്ടൽ കട്ട് ഓഫും ഉണ്ടാവും, അതുപോലെ ഓരോ സെക്ഷനിലെ കട്ട് ഓഫും ഉണ്ടാകുമെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്ന സമയത്തും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഈ ബോക്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ഓൺലി വിൽ ബി കൺസിഡേർഡ് ഫോർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഫൈനലി സെലക്ട് ചെയ്യപ്പെടുന്നത് പ്രിലിംസ് മാർക്കിൻ്റെ മുകളിലല്ല, പക്ഷേ മെയിൻസ് മാർക്കിൻ്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിലും ഈ മെയിൻസ് പരീക്ഷ എഴുതണമെങ്കിൽ പ്രിലിംസ് പാസ്സാകണം എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. പിന്നെ സാധാരണ ഒന്നിലധികം സെഷനുകളായിട്ട് പരീക്ഷ നടക്കുമ്പോൾ SSC ആയാലും IBPS ആയാലും ഒരു നോർമലൈസേഷൻ മെത്തേഡുണ്ട്. പല സെഷനിൽ നടക്കുന്നതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് നോർമലൈസേഷൻ ചെയ്ത സ്കോറുകളായിരിക്കും പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സാമിനേഷൻ സെൻറ്റേഴ്സിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഫോട്ടോ എങ്ങനെ, ഓരോന്നിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് വേക്കൻസീസ് ഒന്ന് നോക്കാം. അനക്ഷർ 1 വേക്കൻസീസിനെ പറ്റിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോകാം. വേക്കൻസീസ് കൊടുത്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇതിൽ പല സംസ്ഥാനങ്ങളിലേത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. അതുകൊണ്ട് വേക്കൻസീസ് കൊടുത്തിരിക്കുന്ന പാറ്റേണിൻ്റെ ഒരു രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ നോക്കുക, ഇതിപ്പോൾ ആൻഡമാൻ നിക്കോബറിൽ ഏതെടുത്താലും ഇതിൽ NR എന്ന് കാണുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ അർത്ഥം അവിടെ വേക്കൻസി വരില്ല എന്നല്ല. ബാങ്ക് ഓഫ് ബറോഡയിൽ SC അല്ലെങ്കിൽ ST വേക്കൻസി ഉണ്ടാവില്ല എന്നല്ല, അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടോ പരീക്ഷയുടെ ഇടയിലോ അല്ലെങ്കിൽ പരീക്ഷയുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടോ ഏതെങ്കിലും NR എന്ന് പറഞ്ഞ് ഇന്ത്യൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇവർ പിന്നീട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാം. അവിടെ വേക്കൻസി വന്നുകൂടായികയില്ല എന്നുള്ളത് മറക്കാതിരിക്കുക. അതേസമയത്ത് 0 എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അവർ ഓൾറെഡി റിപ്പോർട്ടഡ് 0 വേക്കൻസീസ് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്തവണ വേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. നമ്മൾ പെട്ടെന്ന് കേരളത്തിൻ്റെയും മറ്റും വേക്കൻസി ഒന്ന് നോക്കാം. ഇതാണ് കേരളത്തിൻ്റെ കാര്യം. സ്റ്റേറ്റ് കേരളയാണ്. അപ്പോൾ ഇത് കേരളയിൽ വേക്കൻസികളുടെ എണ്ണം മറ്റ് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് എന്ന് പറയാം. എന്നാലും വളരെ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ കുറച്ച് ബാങ്ക് ഓഫ് ബറോഡ ഫോർ എക്സാമ്പിൾ നോക്കും. ഇവിടെ NR ആണ്, നോട്ട് റിപ്പോർട്ടഡ് ആണ്, ഒരു കാറ്റഗറിയിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ അടുത്ത മാസം ബാങ്ക് ഓഫ് ബറോഡ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോട്ട് റിപ്പോർട്ടഡ്, ഇന്ത്യൻ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, യൂക്കോ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രത്യേകത, യൂണിയൻ ബാങ്കൊക്കെ ചിലപ്പോൾ കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ബാങ്കാണ്. ഭാവിയിൽ വന്നുകൂടായില്ല. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇടയിൽ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടാം. 0 പറഞ്ഞിട്ടുള്ള ആൾക്കാർ, ഉദാഹരണമായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇത് അവിടെ SC ST 00 പറഞ്ഞിട്ടുണ്ട്, അതിന് വേക്കൻസി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 106 വേക്കൻസികളാണ്. അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ്. കേരളത്തിൽ അപേക്ഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലുള്ള ഒരാൾക്കൊരു വേക്കൻസി മതി. ആ വേക്കൻസി പിടിച്ചെടുക്കാനുള്ള തൻ്റെ ഇടത്തോടു കൂടി അധ്വാനം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വിന്നിംഗ് സ്ട്രാറ്റജിയുടെ സഹായമുള്ള ആൾക്കാർക്ക് തീർച്ചയായും അത് അപേക്ഷിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ അയൽ സംസ്ഥാനങ്ങളുടേത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് തമിഴ്നാടും പിന്നെ കർണാടകയും മാത്രം ഒന്ന് നോക്കാം. ആദ്യം തമിഴ്നാട്ടിലൊന്ന് പോയി വരാം. തമിഴ്നാട് ഇതാ കൊടുത്തിരിക്കുന്നു. തമിഴ്നാടുവിൽ മൊത്തം വേക്കൻസികൾ, നമ്മൾ മൊത്തം വേക്കൻസി നോക്കാം. ഇവിടെ ടോട്ടൽ വേക്കൻസീസ് 665, എല്ലാ ബാങ്കുകളിലും കൂടെ 665 വേക്കൻസി ഉണ്ട്. ഇതിലും നേരത്തെ മറ്റിടത്ത് നോട്ട് റിപ്പോർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെയും നോട്ട് റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും കണക്കെടുത്തിട്ട്
ചിലപ്പോൾ ഒന്നിച്ച് കുറേ വേക്കൻസി അവർ വന്നുകൂടെയില്ല. 665 വേക്കൻസി, നമ്മൾ 106 വേക്കൻസി ഉള്ളതിൽ തമിഴ്നാട്ടിൽ 665 വേക്കൻസി ഉണ്ട്. പക്ഷേ തമിഴ് എന്നൊരു ലാംഗ്വേജ് ഉണ്ട്, അത് എഴുതാനും വായിക്കാനും ഒക്കെ കേട്ടാലും മനസ്സിലാക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നതും കൂടി ഇതിൻ്റെ കൂടെ തുടങ്ങിയിട്ട് വേണം നിങ്ങളതിന് അപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ. അതിൽ തന്നെ നോക്കൂ, കാനറ ബാങ്കിൽ ഇവിടെ 440 വേക്കൻസി ടോട്ടലി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അത് തന്നെയാണെന്ന് പറയാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ 75 വേക്കൻസി അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കർണാടകയിലേക്ക് നമുക്ക് പോകാം. തമിഴ്നാട്ടിൽ ഇത്രയും വേക്കൻസി ഉണ്ട്. ഇനി കർണാടകയും കൂടി നോക്കാം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേതൊക്കെ നോക്കാം. വളരെ ഡേഞ്ചറസ് ആയിട്ട് വളരെ ദൂരെ പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ള തീരുമാനങ്ങളൊന്നും എടുക്കണമെന്നില്ല. പക്ഷേ എന്നാലും താല്പര്യമുള്ളവർക്ക് അങ്ങനൊരു സാധ്യതയുണ്ട് എങ്കിൽ അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയും കൊടുക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ കൊടുത്താൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇത് കർണാടകയാണ്. നമുക്ക് കർണാടകയുടെയും കൂടെ നോക്കാം. കർണാടകയിൽ വരുന്നത്, കർണാടകയിൽ നോക്കൂ, 457 ഇത് കർണാടകയാണ്. കർണാടകയിൽ 457 വേക്കൻസികൾ പറയുന്നുണ്ട്. അതിലും കാനറ ബാങ്കിൽ 146 വേക്കൻസി ജനറലും ആകെ 364 വേക്കൻസി അതിൽ വരുന്നത്. അതാണ് ഏറ്റവും വലിയ വേക്കൻസി അവിടെ വരുന്നത്. അപ്പോൾ ഇതിലും നോക്കുക നിങ്ങൾ, ഇന്ത്യൻ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇവിടെ യൂണിയൻ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസികൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൂടി വരുമ്പം ഒരുപക്ഷെ ഇവിടെയും കൂടാം, അതുപോലെ കേരളത്തിലും പ്രൊപ്പോർഷണലി കൂടാം. അപ്പോൾ വേക്കൻസികൾ കർണാടകയിലും തമിഴ്നാട്ടിലും കൂടുതലുണ്ട്. തമിഴ്നാട്ടിൽ കർണാടകയേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഏതെങ്കിലും സംസ്ഥാനം അല്ലെ റീജിയൻ മാറിയിട്ട് അപേക്ഷിക്കണമെന്ന ഒരു ചിന്ത തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു റിസ്ക് എടുക്കുന്ന സമയത്ത് ആ റിസ്ക് അറിഞ്ഞുകൊണ്ടെടുക്കണം. അതായത് തമിഴ്നാട്ടിൽ അപേക്ഷിച്ച് അവിടെ വേക്കൻസി കൂടുതലുണ്ട്, കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുകയും നമുക്ക് ജോലി കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവരികയും പരീക്ഷയൊക്കെ ക്ലിയർ ചെയ്യുകയും ചെയ്താലും റീജിയണൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് നമ്മളെ എടുക്കാൻ വേണ്ടത്ര മാർക്കോ എല്ലാത്തിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒഴിവായി പോകുന്നൊരവസ്ഥ തികച്ചും ദുഃഖകരമാണ്. ആ കാര്യമൊന്ന് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലൂടെയും പോയിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ പെട്ടെന്ന് പോകേണ്ട എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ ആദ്യം മുതൽ ഇൻട്രൊഡക്ഷൻ മുതലുള്ളത് ഒന്ന് വായിച്ച് നോക്കി, പ്രധാനപ്പെട്ട എല്ലാ ഏരിയയിലുള്ളത് വായിച്ച് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപേക്ഷിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഈ ഡേറ്റ്സിൽ ലാസ്റ്റ് ദിവസത്തേക്ക് നിൽക്കാതെ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് അപേക്ഷിക്കുക. അപേക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുത്. പലപ്പോഴും അതുകൊണ്ട് മാത്രം അപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, IBPS ക്ലറിക്കൽ പോലെ PO വരാൻ പോകുന്നുണ്ട്. അതിലും വേക്കൻസികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതും അപേക്ഷിക്കണം. ചിലർ ക്ലറിക്കൽ മാത്രമേ അപേക്ഷിക്കൂ എന്നൊക്കെ തീരുമാനിച്ച് വേക്കൻസി കൂടുതൽ കുറവെന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ലറിക്കൽ പരീക്ഷ എന്ന് പറയുന്നത് PO പരീക്ഷയെക്കാളും എളുപ്പമായിരിക്കും എന്നുള്ള ധാരണയിലൊന്നും പോകേണ്ട. കോമ്പറ്റീഷൻ ടഫായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർ അപേക്ഷിക്കും, ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ അപേക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വേക്കൻസിക്കും വേണ്ടി മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. ആ പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ ഓരോ ക്ലറിക്കൽ പരീക്ഷയും, അത് IBPS ആയാലും SBI ആയാലും ടഫ് പരീക്ഷ തന്നെയായിരിക്കും. കോമ്പറ്റീഷൻ ടഫായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുക. ഡയറക്ഷനിൽ ബാങ്ക് ബാച്ചുകൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്കറിയാം, 17-ലധികം വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മളുടെ വിജയഗാഥയ്ക്ക്. അത് അൺക്വസ്റ്റ്യനബിളാണ്. അതിന് കാരണം അതിൻ്റെ പിന്നിലൊരു ഫിലോസഫിയുണ്ട്, ഒരു വിന്നിങ് സ്ട്രാറ്റജിയുണ്ട്. ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കുറേ വിഷയങ്ങൾ പഠിക്കുക, കുറച്ച് ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് വിജയിക്കാൻ ആവശ്യമായ തന്ത്രപരമായ ഇടപെടലുകൾ എല്ലാ സമയവും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഒരു സംവിധാനത്തിലുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ ക്ലറിക്കൽ പരീക്ഷ മാത്രമല്ല PO പരീക്ഷകളും ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളും തീർച്ചയായും വിജയിക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഡയറക്ഷനിലാണോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾ ഡയറക്ഷനിലേക്കാണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഡയറക്ഷൻ നേടിയെടുത്തു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഡയറക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. താഴെ പറയുന്ന നമ്പറിൽ വിളിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ബാച്ചുകളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാവുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാവുന്നതാണ്.